കണ്ണാടിയുടെ ഭാവനയ്ക്ക് മാറ്റം വന്നപ്പോൾ നാം സംശയിച്ചു, തെറ്റ് ആരുടെ ഭാഗത്താണ്? എൻ്റെ ഭാഗത്ത് ഏതായാലും അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷയം. ഇതാണ് തെറ്റ്. എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ അടുത്ത് വന്ന തെറ്റിനെ സ്വീകരിക്കാൻ എനിക്ക് ഒരുക്കമല്ല. അപ്പോൾ നാം ആ തെറ്റിനെ മറ്റൊരുവൻ്റെ മേൽ ചാരുന്നു. കാരണം നമുക്ക് സംശയമാണ്. എന്നെ എനിക്ക് വിശ്വാസമാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് വിശ്വാസമാണെങ്കിൽ മറ്റുള്ളവരെ എനിക്ക് സംശയമാണ്. അപ്പോൾ എന്നതുപോലെ കണ്ണാടിനെ നമുക്ക് വിശ്വാസമായപ്പോൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖം കൃത്യമായി തെളിഞ്ഞു വരുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് മുഖം കഴുകി നോക്കിപ്പോയിട്ട് മുഖം കഴുകി നോക്കിയപ്പോൾ വീണ്ടും ക്ലിയർ ഇല്ല. അപ്പോൾ കണ്ണാടിനൊന്ന് കഴുകി നോക്കി, മനസ്സിലായ സംഗതി, തെറ്റ് കണ്ണാടിയുടെ ഭാഗത്താണ്. അപ്പോൾ കണ്ണാടി ഒന്ന് കഴുകി ഒന്ന് തുടച്ചു മിനിക്കുന്ന ഉഷാറാക്കിയപ്പോൾ നമ്മുടെ മുഖം ക്ലിയറായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്? തെറ്റ് കണ്ണാടിൻ്റെ ഭാഗത്താണെന്നല്ലേ. എന്നാൽ തെറ്റ് ഏത് ഭാഗത്താണ് എന്ന് നമ്മുടെ ക്ലാസ്സിൻ്റെ അവസാനമാകുമ്പോഴത്തേക്ക് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാകും. തെറ്റ് എവിടെയാണ്, പ്രശ്നം എവിടെയാണ്. ഇങ്ങനെ പ്രശ്നം തിരിച്ചറിഞ്ഞ് ഒരു യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ നമ്മുടെ ജീവിതം ശുഭമായി, ശുക്രനായി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ വിഷയം. അപ്പോൾ കണ്ണാടി കഴുകി നോക്കിയപ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമുക്ക് പ്രശ്നക്കാരൻ നമ്മളല്ല, മറ്റൊരാളാണ്. അഥവാ ഇപ്പോഴത്തെ പ്രശ്നക്കാരൻ കണ്ണാടിയാവുന്നു. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ധാരാളം വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം ഇതുമായിട്ട് തട്ടിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ധാരാളം വിഷയങ്ങളുണ്ട്, ഉണ്ടാവാം. അതിനെ കണ്ടറിഞ്ഞ് ഒന്ന് വൃത്തിയാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിലാണെങ്കിലും, നമ്മുടെ അയൽവാസി വിഷയത്തിലാണെങ്കിലും, കൂട്ടുകാരിലാണെങ്കിലും, അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും, മക്കളിലാണെങ്കിലും ഒക്കെ പ്രശ്നം എവിടെയാണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം, കണ്ണാടിയെ തിരിച്ചറിഞ്ഞതുപോലെ. അപ്പോൾ അങ്ങനെ വിഷയങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ചില വേദനകൾ ചെറുതായിട്ടൊക്കെ ഉണ്ടാകും. അത് കണ്ടില്ല, കേട്ടില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വെക്കണം നമ്മൾ, അപ്പോഴേ ശരിയാവുള്ളൂ. ഇത് എല്ലാ സമയത്തും ഞാൻ തന്നെ ജയിക്കണം, എനിക്ക് തന്നെ A+ കിട്ടണം എല്ലാ വിഷയത്തിലും, മറ്റുള്ളവർ തോൽക്കണം എൻ്റെ മുന്നിൽ. ഈ ചിന്താഗതിക്കാണ് അഹങ്കാരം എന്ന് പറയുന്നത്. എല്ലാ സമയത്തും ഞാൻ എന്നുള്ള ആ ചിന്ത ഉണ്ടല്ലോ, ഇതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അഹങ്കരിച്ചവർ ആരും ഒരിക്കലും ഗുണം പിടിച്ചിട്ടില്ല. ഒന്നാലോചിച്ച് നോക്ക്. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ കുറേ ആളുകളുണ്ട്, അല്ലേ? നമ്രൂദ്, ശദ്ദാദ്, ഫിർഔന്, ഇങ്ങനത്തെ കുറേ ആൾക്കാർ പോയിട്ടുണ്ട്, മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവരാരും എന്തായിട്ടില്ല, നേരെയായ ചരിത്രമില്ല. അവരെല്ലാവരും നാശമായിട്ടേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അഹങ്കാരം കൊണ്ട് നാം ഒന്നും നേടിയെടുക്കാനും പോകുന്നില്ല, നമ്മൾ നന്നാവാനും പോകുന്നില്ല. മറിച്ച് നാശമാണ് നമുക്കതുകൊണ്ടുള്ള അവസാനമായിട്ട് കിട്ടുക. അപ്പോൾ ഇങ്ങോട്ട് വരട്ടെ, നമ്മുടെ സ്വഭാവത്തിൽ
ഒരു സഹായം, പരസ്പര സഹായം, ഒരു വിട്ടുവീഴ്ച, ഒരു സഹകരണം, അല്ലേ, ഒരു ഗുണകാംക്ഷ, ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഈ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ വേണം. എന്നാലേ നമ്മളെ സംബന്ധിച്ച് മനുഷ്യൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഭൂമി ലോകത്ത് ഏറ്റവും നല്ലവരാരാ? ഒരു മനുഷ്യന്മാരാണ്? മൃഗങ്ങളാണോ? അല്ല, മനുഷ്യരാണ്. ഏറ്റവും നല്ല ജീവികൾ മനുഷ്യർ തന്നെയാണ്. കറമല്ലാഹു ബനി ആദം, അല്ലാഹു പറഞ്ഞില്ലേ, ആദം സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം മനുഷ്യരാകുന്നു. മനുഷ്യർ മുഴുവനും ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളാണ്. അപ്പം അവരെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു. എത്ര കാലം ജീവികളുണ്ട് നമ്മുടെ ഭൂമി ലോകത്ത്, ഇല്ലേ? ഇങ്ങനെ ഉണ്ടെങ്കിലും അല്ലാഹ് ബഹുമാനിച്ചത് ആരെയാണ്? മനുഷ്യരെയാണ്. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ നല്ല ആളുകളാണ് എന്നാണ് പറഞ്ഞു വന്നത്.